Hi Lija, how are you? I'm good. Okay, so Lija Binoy, നമ്മുടെ എൻഷി ഫാഷൻ ഐക്കൺ ടാലന്റ് ഡിസൈനർ ഷോ 2025 സെക്കൻഡ് റണ്ണറപ്പ് ആണ്. സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ യു ആർ ദ വിന്നർ. അപ്പൊ ഇതിന് മുന്നേ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഷോ ആണ്. എൻഷിയുടെ ആഡ് കണ്ടിട്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഡേ ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അയച്ചു നോക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ കൊടുത്ത് അതിലേക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ സെലക്ടഡ് ആണോ? ഓക്കെ, നിങ്ങൾ സെലക്ടഡ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റിലാണ് ഇതിന്റെ ആഡ് കാണുന്നതും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന്, ഫസ്റ്റ് ടൈം ഒരു ഡിസൈനർ ഷോ ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നുന്നു. സോ എൻഷയിലൂടെ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു ഡിസൈനർ ഷോ ചെയ്യാൻ പറ്റിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പിന്നെ ആ ഡ്രസ്സ് എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കംപ്ലീറ്റ് ആരി വർക്ക് കൊണ്ടുവന്നു. ആരി വർക്ക് അത് ചെയ്ത് തീർക്കോ ഇല്ലയോ, അത് ചെയ്താൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഞാൻ സ്റ്റാർട്ടറാണ്. എങ്ങനെ ചെയ്യണം തുടങ്ങുമ്പോൾ എങ്ങനെ ഈ ആരി വർക്ക് സ്പീഡ് ഒട്ടും ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ. അത് കംപ്ലീറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. ഫുൾ ഓവർനൈറ്റ് ഇരുന്ന് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലാണ് കംപ്ലീറ്റ് ആയത്. അതങ്ങനെ പ്രസന്റ് ചെയ്തു. ഒരു വ്യത്യസ്തമായ ഒരു സാധനം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം എടുത്തത്. വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ആ ഒരു വർക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഡിസൈനേഴ്സ്, അതുപോലെ നമ്മുടെ ശിവ ചേച്ചി, എൻഷി ഫാഷൻ ഐക്കൺ ശിവ റഹ്മാൻ, അവരുടെയൊക്കെ ഒരു എങ്ങനെയായിരുന്നു? അവർക്ക് ആ ഒരു കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എല്ലാവരും പറഞ്ഞു നല്ല ഒപ്പീനിയൻ ആയിരുന്നു. നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല, നമുക്ക് നമ്മുടെ ഡ്രസ്സ് നല്ലതാണെന്ന് ഒരാൾ പറയുമ്പോൾ രാവിലെ കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ പ്രത്യേക സന്തോഷമാണ്. അത് കഴിഞ്ഞ പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകാം. വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾ മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയത്. എൻ്റെ ടീച്ചേഴ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അതിനകത്ത് എൻ്റെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ഷോ കഴിഞ്ഞ് പിന്നെ അങ്ങനത്തെ ഒരു എൻക്വയറീസ് ഒക്കെ വന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ വേറെ കോൺഫിഡൻസ് കിട്ടും.